റൂട്ട് ഓഫ് 0.0009/0.16 ഇൻറ്റു റൂട്ട് ഓഫ് 0.0016/0.09. ഉത്തരം കാണണമെങ്കിൽ ഇത് സംഖ്യകൾ മുഴുവൻ റൂട്ട് ചിഹ്നത്തിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട് കാണണം, എല്ലാത്തിൻ്റെയും വർഗ്ഗമൂലം ഓരോന്നിൻ്റെ ആയിട്ട് കാണണം. റൂട്ട് ഓഫ് 0.0009. ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം കാണാൻ ദശാംശം ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക. ദശാംശം ഒഴിവാക്കിയാൽ 9 ആണ്. 9ൻ്റെ റൂട്ട് 3 ആണ്. ഇനി ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ എത്ര അക്കമുണ്ടെന്ന് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1, 2, 3, 4 അക്കമുണ്ട്. ആ 4ൻ്റെ പകുതി കാണുക. 4ൻ്റെ പകുതി 2 ആണ്. എന്നിട്ട് ഈ ഉത്തരത്തിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ 1, 2. ഇപ്പോൾ 2 സ്ഥാനമായി. ദശാംശം പിടിയിട്ട് 0.03 ആണ് ഉത്തരം. അതുപോലെ 0.16 ദശാംശം ഒഴിവാക്കിയ സംഖ്യ 16. 16 റൂട്ട് 4. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 2 അക്കമുണ്ട്. അതിൻ്റെ പകുതി എടുക്കുക, 1 എന്ന് വരും. ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം നീക്കി ദശാംശം ഇടുക. ഒരു സ്ഥാനം എവിടെയുള്ളൂ, ദശാംശം ഇട്ടു. ഉത്തരം 0.4. അടുത്തത് റൂട്ട് ഓഫ് 0.0016 ദശാംശം ഒഴിവാക്കി സംഖ്യ 16 ആണ്. 16 റൂട്ട് 4 ആണ്. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കാണ്? 4 അക്കാണ്. അതിൻ്റെ പകുതി 2. അപ്പോൾ 2 സ്ഥാനം എടുത്തോട്ട് നീക്കണം. അതിനിവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു 0 ഇട്ടു. ഇപ്പോൾ 2 സ്ഥാനമായി. ഉത്തരം 0.04. റൂട്ട് ഓഫ് 0.09 ദശാംശം ഒഴിവാക്കി സംഖ്യ 9. അതിൻ്റെ റൂട്ട് 3. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കാണ്? 2. അതിൻ്റെ പകുതി 2/2 1. ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കണം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, ദശാംശം പടിയിടുക 0.3. എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടി. ഈ ഉത്തരങ്ങളൊക്കെ ഈ ചോദ്യത്തിൽ വില കൊടുക്കുക. ആദ്യത്തെ ഉത്തരം എത്രയാണ്? 0.03 ബൈ അടുത്ത ഉത്തരം 0.4 ഗുണന ചിഹ്നം ഇട്ടു. അടുത്ത ഉത്തരം 0.04 ബൈ അടുത്ത ഉത്തരം 0.3. ഇനി ദശാംശ സംഖ്യകളുടെ ഗുണനോ ഹരണമാണ്. നമുക്ക് ആദ്യം ഹരിക്കുമ്പോൾ ഇത് ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, ഇവിടെ ഒരക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലുള്ളത് അംശത്തിലാണ്. 2 അക്കമുണ്ട്. അപ്പോൾ ഈ ദശാംശം കളയുക 3. ഇവിടെ 2 അക്കം നമ്മൾ ദശാംശം കളഞ്ഞു. അപ്പോൾ ഇവിടെയും 2 അക്കം കളയണം. പക്ഷേ ഇവിടെ ഒരു അക്കേ ഉള്ളൂ ദശാംശം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു 0 ചേർക്കുക. 3/40 ഇൻറ്റു അതുപോലെ പടി അംശത്തിൽ 2 സ്ഥാനം ഉണ്ട്, ഛേദത്തിൽ ഒരു സ്ഥാനമേ ഉള്ളൂ. ഈ 2 സ്ഥാനം നീക്കുമ്പോൾ സംഖ്യ 4 എന്നാവും. ബൈ ഇവിടെ 2 സ്ഥാനം നീക്കി. അപ്പോൾ ഇവിടെയും 2 സ്ഥാനം നീക്കണം. ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു 0 ചേർക്കുക. 30. ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന വെട്ടിച്ചുരുക്കാം. 3ഉം 30ഉം കൂടി 10, 3, 30. 4ഉം 40ഉം 10, 4, 40. ഇപ്പോൾ ഇവിടെ അംശം 1 ആണ്. വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 1 ആണല്ലോ വരിക. അപ്പോൾ 1 ഇൻറ്റു 1 1 ബൈ ഛേദം 10 ഇൻറ്റു 10 100. 1/100. ഇനി 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ആ സംഖ്യ എഴുതുക. അംശം 1 ആണ്, അത് എഴുതി. എന്നിട്ട് 100ൽ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 1, 2 സ്ഥാനമായി. ഇവിടെ ദശാംശം ഇട്ടു. ഉത്തരം 0.01.